ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡർ അപ്പാർട്ട്മെന്റുകൾ. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് 2 BHK 3 BHK ഭവനങ്ങൾ, വിശാലമായ പാർക്കിംഗ് ഏരിയ, ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. വാടകയ്ക്കെടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായ EMI സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം. നിങ്ങൾക്കും ഇതിലൊരു അപ്പാർട്ട്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8086 3999995 8086 7999992. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ കെ അജിത് കുമാർ ജനപ്രതിനിധിയായി 25 വർഷം പൂർത്തീകരിച്ചിരിക്കുന്ന വേളയിൽ ഫെബ്രുവരി 1 കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് അദ്ദേഹത്തിന് പൗരസ്വീകരണം നൽകുമെന്ന് വടക്കാഞ്ചേരി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മുണ്ടത്തിക്കോട് സെന്ററിൽ കെ കരുണാകരൻ നഗർ എന്ന് നാമകരണം ചെയ്ത വാഴപ്പള്ളി ഗ്രൗണ്ടിൽ സ്വീകരണം നടത്തുമെന്ന് DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ പറഞ്ഞു. ഒരു വ്യക്തിയാണ്. രാഷ്ട്രീയത്തിനപ്പുറം പൊതുരംഗത്തും മറ്റും എല്ലാ മേഖലകളിലും വലിയ സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ സ്വീകരണം എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പം അതൊരു വലിയ വിജയമാണ്. അദ്ദേഹം ജനപ്രതിനിധിയായിട്ട് 25 വർഷമാണെങ്കിലും അദ്ദേഹം മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായും അതുപോലെ തന്നെ വടക്കാഞ്ചേരി നഗരസഭയുടെ കൗൺസിലറും പ്രതിപക്ഷ നേതാവും ഒക്കെയായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഏത് പാദയാത്ര വേണമെങ്കിലും ജനങ്ങൾക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരു പൊതുപ്രവർത്തകൻ. മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രിയുടെ കാര്യങ്ങളാണെങ്കിലും മറ്റെല്ലാ മേഖലകളിലും അജിത്ത് എല്ലാവരെയും സഹായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സ്വീകരണം എല്ലാവരും ചേർന്ന് വിജയപ്രദമാക്കുന്ന ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളുടെ മുൻ MP TN പ്രതാപൻ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മുൻ MLA PA മാധവൻ അധ്യക്ഷത വഹിക്കും. സ്വീകരണ സമ്മേളനത്തിന് മുന്നോടിയായി മുണ്ടത്തിക്കോട് കല്ലെടുത്തുപടി സെന്ററിൽ നിന്നും ഘോഷയാത്രയോടെയാണ് സ്വീകരണ സമ്മേളന വേദിയിലേക്ക് കെ അജിത് കുമാറിനെ സ്വീകരിക്കുമെന്നും പ്രമുഖ കോൺഗ്രസ് പ്രവർത്തകരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറിമാരായ ജിജോ കുര്യൻ, PJ രാജു, മണ്ഡലം പ്രസിഡന്റ് CH ഹരീഷ് എന്നിവർ പങ്കെടുത്തു. ജലനിധി പദ്ധതി ലോകബാങ്കിന്റെ സഹായത്തോടുകൂടി മുണ്ടത്തിക്കോട് കൊണ്ടുവന്ന ജലനിധി പദ്ധതി കേരളത്തിലെ പൈലറ്റ് പഞ്ചായത്തായിട്ട് 5 പഞ്ചായത്താണ് കേരളത്തിലെടുത്തത്. അന്ന് ജലനിധി പദ്ധതി നടപ്പാക്കി. ഏകദേശം 40 കുടിവെള്ള പദ്ധതി ഇപ്പോഴും വളരെ മനോഹരമായി പോകുന്നു. കോൺക്രീറ്റ് റോഡ് തൊഴിലുറപ്പ് പദ്ധതി വെച്ച് കോൺക്രീറ്റ് റോഡ് നടപ്പാക്കിയ കേരളത്തിലെ ആദ്യത്തെ പഞ്ചായത്ത് മുണ്ടത്തിക്കോട് പഞ്ചായത്ത്. ഇൻഡോർ സ്റ്റേഡിയം ഉൾപ്പെടെ ഒട്ടനവധി വികസന പ്രവർത്തനം ഇദ്ദേഹത്തിന് നടത്താൻ പറ്റി. ദീർഘവീക്ഷണമുള്ള